നമസ്കാരം. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് പുരയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 12 പേരാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത്. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടാണ് ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇപ്പോൾ 12 പേർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. മാത്രമല്ല 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതിൽ ഒരാൾ ഏതാണ്ട് 90-100% ഇടയിൽ പൊള്ളലേറ്റ് വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സയിൽ തുടരുകയാണ്. ഇത്തരത്തിൽ ഒരു മഹാദുരന്തം ഈ അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല. മാത്രമല്ല തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള എല്ലാവരും സന്തോഷത്തോടെ ഒക്കെ തന്നെ ഈ വെടിക്കെട്ട് 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി ഒക്കെ തന്നെ ആഗ്രഹിച്ച് കൊതിച്ച് ഇരിക്കുന്ന ഈ സമയത്താണ് അതിൻ്റെയൊക്കെ തന്നെ നിറം കെട്ടിത്തിക്കൊണ്ട് ഈ ഒരു സ്ഫോടനം, ഉഗ്രസ്ഫോടനം, മഹാദുരന്തം ഉണ്ടായിരിക്കുന്നത്. 12 പേരാണ് ഈ ദുരന്തത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർ ചികിത്സയിലാണ്. മാത്രമല്ല എല്ലാവിധ സജ്ജീകരണങ്ങളും വിവിധ ആശുപത്രികളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും മെഡിക്കൽ കോളേജ് അടക്കം ഉള്ള ആശുപത്രികളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നു. അതുപോലെ ജില്ലാ ഭരണകൂടവും അതുപോലെ അഗ്നിശമന സേനയും ഒക്കെ തന്നെ അതീവ ജാഗ്രതയോടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇവരൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട എല്ലാ രക്ഷാപ്രവർത്തനങ്ങളുമായിട്ട് നാട്ടുകാരും ഒപ്പമുണ്ട്. നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ ഒരു ദുരന്തം വരും എന്ന് ചിന്തിച്ചതുപോലുമില്ല. മാത്രമല്ല മാധ്യമപ്രവർത്തകരിൽ ചിലരൊക്കെ പറയുന്നത് അവിടെ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി ഈ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അവിടുത്തെ പണിക്കാരെ, തൊഴിലാളികളെ പോയി കാണുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ ബൈറ്റ് എടുക്കുകയും ഒക്കെ ചെയ്തു. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് എന്നാണ്. ഏതാണ്ട് 3 മണിക്കൂർ കഴിയുന്നു ഈ അപകടം നടന്നിട്ട്, ഇതിൻ്റെ ഈ ഒരു ഉഗ്രസ്ഫോടനം നടന്നിട്ട്. 12 പേരാണ് ഈ അപകടത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് പുരയിലുണ്ടായ, തിരുവമ്പാടി സാമ്പിൾ വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരും എന്ന ദുഃഖകരമായ വാർത്തയും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ മരണസംഖ്യ 12-ൽ എത്തിയിരിക്കുന്നു. 5 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.